അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മഞ്ചേശ്വർ ഹൊസങ്കടിയിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളോട്ടായിട്ടുള്ള നമ്മുടെ കടവത്തു മക്കാം, അല്ലെങ്കിൽ ഏഴുകൊബ മക്കാം, ഏതുകൊബ മക്കാം എന്നറിയപ്പെടുന്ന മക്കാമിലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടുത്തേതാണ്. നമുക്ക് ഇവിടുത്തെ വിശേഷത്തിലേക്ക് കടക്കാം. സപ്തഭാഷ സംഗമഭൂമി കാസർഗോഡ് മഞ്ചേശ്വരത്തിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായ മക്കാമാണ് കടവത്ത് മക്കാം, അല്ലെങ്കിൽ ഏതുകൊബ മക്കാം. പ്രകൃതി രമണീയമായ ചുറ്റും പച്ചപ്പുള്ള വഴിയിലൂടെയാണ് യാത്ര. മനോഹരമായ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയാണിത്. ഇതാണ് മക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ മനോഹരമായ കാഴ്ച എന്തെന്ന് വെച്ചാൽ മക്കാമിൻ്റെ തൊട്ടടുത്ത് തെങ്ങുകൾ കൂട്ടമായി നിൽക്കുന്ന, കാണുമ്പോൾ ഒരേ വേരിൽ നിന്നാണെന്ന് തോന്നിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചയാണിത്. ഈ മക്കാമിലേക്ക് നിരവധി ആളുകൾ ജാതി മതഭേദമന്യേ പലരും സന്ദർശനത്തിനായി എത്താറുണ്ട്. പലവിധ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മാനസിക പൈശാചിക ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായതായി പലരും അനുഭവങ്ങൾ പറയാറുണ്ട്. ഈ മക്കാമിലേക്ക് പല മഹാന്മാരും സിയാറത്തിനായി എത്തുന്നുണ്ട്. സൂഫി വര്യരിൽ ഏറ്റവും പ്രസിദ്ധരായ നരിക്കോട് ഉസ്താദ് ഇവിടെ പല പ്രാവശ്യം സിയാറത്തിന് വേണ്ടി വരാറുണ്ടായിരുന്നെന്ന് കേൾക്കാൻ സാധിച്ചു. എന്തുകൊണ്ടും മനസ്സിന് കുളിർമ ലഭിക്കുന്ന, മനസ്സമാധാനം ലഭിക്കുന്ന പ്രകൃതി രമണീയമായ പച്ചപ്പിൻ്റെ നടുവിലാണ് ഈ മക്കാമ് ഉള്ളത്. ഇതിൻ്റെ മുകളിലാണ് റെയിൽപാത. ഇതിൻ്റെ മുകളിലൂടെ ട്രെയിൻ സഞ്ചരിക്കാറുണ്ട്. എന്തുകൊണ്ടും മനസ്സിന് കുളിർമ ലഭിക്കുന്ന ഒരു ഇടമാണ് കടവത്ത് മക്കാം, അല്ലെങ്കിൽ ഏതുകൊബ മക്കാം.